ഓക്കെ. അപ്പോൾ ടി വിയുടെ 2 വണ്ടികൾ ഇവിടെ സോണില്ലാതെ. ആർക്കൊക്കെയാണ് സോണില്ലാത്തത് കേട്ടോ? സീതൻ്റെ ആയിട്ട് വാറുണ്ടോ? വാറ് ഇന്നല്ല, നാളെ അല്ലേ? മാറ്റിയില്ലേ? ഇപ്പം ജോണി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന ടൈമറൊക്കെ ഉണ്ടല്ലോ. ആർക്കാ കാണിക്കാതെ? ടർഫിന്റെ വെളി വന്നാൽ കാണിക്കത്തില്ല. ടർഫിന്റെ അകത്താണോ നിൽക്കുന്നത്? അവൻ ടർഫിന്റെ വെളി കളിച്ചിട്ട് ടർഫിന്റെ സോറ് കാണുന്നില്ലെന്ന് പറഞ്ഞാൽ ശരിയാവുന്നേ. വെളി പോയി വിളിക്കേറ്റ്. ഓക്കെ. സ്നൈപ്പ് മോബി ഇവരിത് വെളിയിലാണോ? ടർഫിന്റെ വെളിയിലാണോ? ഉള്ളിലല്ലല്ലോ. DRS ഇവിടെ പിറ്റേത് കളിക്കുന്നു. നോക്ക് വേണ്ടേ. അപ്പോൾ DRSന്റെ ചോടക്കുട്ടികൾ അവിടെ ടിവിയുടെ വണ്ടികളെ ഫിറ്റ് ചെയ്ത് കളിക്കുകയാണെന്ന് തോന്നുന്നു. അവർ ടർഫാണ് കളിക്കാൻ വന്നതെന്നുള്ള കാര്യം അവർ മറന്നുപോയിരിക്കുകയാണ്. റോക്കറ്റ് ലീഗ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് TVA വേഴ്സസ് DRS ഫിറ്റിംഗ് മാച്ചാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KVയുടെ ഒരു വണ്ടിനെ പോലും വിടാതെ DRS ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ DRSന്റെ വണ്ടിയെ പോലും വിടാതെ നമ്മുടെ TVA ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരെയും മാറി തിരിച്ചും ഫിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇവിടെ എങ്ങനെയാണ് ഇതിന് പോയിന്റ് കൊടുക്കുന്നത് എനിക്കറിയത്തില്ല. മേ ബി 4 ടയറും ഒരു വെടി പോലും വെക്കാതെ 4 ടയറും നമ്മുടെ DRSന് നഷ്ടമായിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ തെക്കൻ ഷിബൂനാണ് അത് നഷ്ടമായിരിക്കുന്നത്. അങ്ങനെ ഒരു ചാലഞ്ച് ആരെ കൊണ്ട് സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ആരെ കൊണ്ടായിരിക്കും അങ്ങനെ ചാലഞ്ച് സാധിക്കുന്നത്? മ്യൂട്ടാക്കിയതാണോ? മ്യൂട്ടല്ലേ? മ്യൂട്ടാണോ? സൗണ്ട് ഇല്ലേ? സോൺ ഔട്ട് പിറ്റ് സ്റ്റോപ്പ് ആകുന്നത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയതിനെ. എടാ, സോൺ ഔട്ട് പിറ്റ് ചെയ്യേണ്ടത് മറ്റേ അറ്റാക്ക് ചെയ്ത് ടീം തീരുമാനിച്ചാൽ എങ്ങനെയാണ് സോൺ ഔട്ട് പിറ്റ് ചെയ്യുന്നത്? എൻ്റെ സിമ്പിൾ ചോദ്യം ഇതാണ്. ഓക്കെ, DRSന്റെ വണ്ടികളെ പിറ്റ് ചെയ്തുകൊണ്ട് സോണിന്റെ അകത്തോട്ട് കയറ്റാൻ വേണ്ടി നമ്മുടെ TVയുടെ വണ്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നൈപ്പ്, മോബി ആൻഡ് ഇറ്റാച്ചിയുടെ വണ്ടികൾ. DRSന്റെ ക്ലെൻഡ്രാക്കോനെയും അതേപോലെ പാപ്പിനെ DRSന്റെ 3 വണ്ടികൾ നിൽക്കുന്നിടത്തോട്ടാണ് നമ്മുടെ മോബിയുടെ വണ്ടി എത്തിയിരിക്കുന്നത്. നോക്കൂ, DRSന്റെ 4 വണ്ടികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. TVയുടെ 2 വണ്ടികളാണ് ഈ ഒരു ഏരിയയിലുള്ളത്. അവരെ DRSന്റെ ബാക്കി വണ്ടികൾ ഓടിച്ചു വിട്ടിട്ടുണ്ട്. അവിടെ 5ാമത്തെ വണ്ടി അവരെടുത്തോ എന്ന് എനിക്ക് അറിയത്തില്ല. നമ്മൾ എണ്ണ എടുക്കുകയാണ്. തെക്കൻ ഷിബുവിൻ്റെ വണ്ടി ഈ സ്വന്തം വണ്ടികളെ പിറ്റ് ചെയ്ത് മറിച്ച് ഇവിടെ നമ്മുടെ TVയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ DRS കളിക്കുന്നത് 11v13 സ്വന്തം ടീമിലെ തെക്കൻ ഷിബു കൂടെ TVയുടെ സൈഡിലോട്ട് ചേർന്നപ്പോൾ അവിടെ അന്നല്ലേ അങ്ങനെ TVയുടെ കൗണ്ട് 13 വർദ്ധിച്ചിരിക്കുകയാണ് അല്ലേ? വന്നോ നമ്മൾ നോക്കുവാണെങ്കിൽ തെക്കൻ ഷിബു വീണ്ടും ഈ ഒരു റൊട്ടേഷൻ എടുത്ത് ഈശോയോ ആര് ഓക്കെ 4 പേരടങ്ങുന്ന DRS വണ്ടീനെ ഇവർ ഇവിടെയാണ് തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ടർഫ് മാറിയിരിക്കുകയാണ്. നിങ്ങൾ കളിക്കുന്ന ടർഫ് രാജോ ആണ്. കത്തി ഇറങ്ങി ഓടാ പൊട്ടിത്തെറിച്ചേ. റിപ്പയർ അങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ 1 സെക്കൻഡ് ബാക്കി നിൽക്കേ DRSന്റെ വണ്ടി കറക്റ്റ് സമയത്ത് റിപ്പയർ ചെയ്ത് നമ്മുടെ DRSന്റെ സ്വന്തം ആരാ ആൻഡ്രൂ ഗിൽ ബഗ്ഗായി റിപ്പയർ ഇറങ്ങി ഓടാൻ പാടില്ല ബ്രോ. ഓക്കെ, നമ്മുടെ ആദ്യത്തെ സോൺ ഷിഫ്റ്റ് വന്നിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഓ ആദ്യത്തെ സോൺ ഷിഫ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ നോക്കിയാൽ വാവ് ഇമാരെന്താ ഗ്യാങ് പോകുന്ന വണ്ടി മാറാൻ? എടുത്ത വണ്ടി മാറാൻ പറ്റത്തില്ല. ഇമാരോട് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എന്താ സംഭവം? ഇടാ റാഞ്ചോ വഴി മാറി. അവിടെ അടിവെല്ലാം പൊട്ടിയിടാ നാറൂട്ടോ റാഞ്ചോ അവിടെ. ഓക്കെ ഓക്കെ ജുഗ്രുവിനെ പറ്റിച്ചുകൊണ്ട് 4 പേർ അടങ്ങുന്ന വണ്ടിയാണ് പൊക്കോടുക. ജുഗ്രുവിനെ വീണ്ടും പറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ 4 പേർ അടങ്ങുന്ന വണ്ടി നമ്മുടെ ഡുണ്ടുമോൻ ഓടിക്കുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. എന്തായാലും ജുഗ്രുവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ചേസിങ്. ഹെലി വ്യൂവിൽ കാണാം നമുക്ക്. ഇപ്പോൾ ഹെലികോപ്റ്റർ ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് കഴിഞ്ഞാൽ ജുഗ്രുവിൻ്റെ വക വലിയൊരു ഫിറ്റിങ്. എടാ നമ്മുടെ ടർഫ് വന്ന് റോക്കറ്റ് ലീഗ് ആവുന്നോ എന്നൊരു സംശയമില്ല അതിലെനിക്കാണ്. എന്തെങ്കിലും ആവട്ടെ. ഇവിടെ വല്ലതും ഉണ്ടോ? അനക്കെങ്കിലും ഉണ്ടോ ഇവിടെ? ഇവിടെയും ഓക്കെ. ഈ വണ്ടിയുടെ തെക്കൻ ഷിബുവിൻ്റെ 4 ടയറുകളും അവർ നശിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ TVയുടെ പ്ലേയേഴ്സ് അറിയുന്നില്ല തെക്കൻ ഷിബു അവരുടെ കൂടെ ഉള്ളൊരു പ്ലംബറാന്നുള്ള കാര്യം അവർ മറന്നു പോവുകയാണെന്ന് തോന്നുന്നു. തെക്കൻ ഷിബു ആകെ സഹായിച്ചുകൊണ്ടിരുന്ന തെക്കൻ ഷിബുവിൻ്റെ വണ്ടി അവരിടിച്ച് കാട്ടി കയറ്റിയിരിക്കുകയാണ്. വീണ്ടും എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പിറ്റിങ് കിടക്കുന്ന കാണാം. DRSൻ്റെ വണ്ടികൾ തിരിച്ച് പിറ്റ് ചെയ്തു. TVയുടെ വണ്ടികൾ അങ്ങോട്ടും പിറ്റ് ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും പിറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ ക്യാമറ വെച്ചിട്ട് ഇരിക്കാം കുറച്ച് നേരം. ബേജോട് ഷിഫ്റ്റായി കഴിഞ്ഞിട്ടൊക്കെ TV ജയിച്ചിട്ടുണ്ടോ? ഇവിടെ വീണ്ടും പിറ്റ് ചെയ്തു. അങ്ങോട്ട് വെട്ടി പോകുന്നു. അവിടെ നിന്ന് പിറ്റ് ഇങ്ങോട്ട് കുറച്ച് ആങ്ങൾ തിരിഞ്ഞ കേട്ടോ. ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ബാക്കി പിറ്റി. ഇവിടെ അല്ലേ? ഇവിടെ തന്നെ അത് മിസ്സായി. ഇല്ല വാല കിട്ടി. നടുക്ക് കിട്ടി. ഏതാ 10 പോയിന്റ് ആ പിറ്റിന്. നമുക്ക് പോയിന്റ് കൊടുക്കാം കേട്ടോ. ആർക്കാണ് പോയിന്റ് കിട്ടുന്നത് നോക്കട്ടെ. ഒരു വട്ടം തൊട്ട് കഴിഞ്ഞാൽ 1 പോയിന്റ്. നല്ല പിറ്റാണെങ്കിൽ 5 പോയിന്റ് കൊടുക്കാം നമുക്ക്. DRSൻ്റെ സ്വന്തം വണ്ടികൾ തന്നെ ഇടിച്ചാൽ പോയിന്റ് കിട്ടത്തില്ല കേട്ടോ. അത് കള്ളക്കളിയാതെ സ്വന്തം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഇടിച്ചു കഴിഞ്ഞാൽ പോയിന്റ് കിട്ടത്തില്ല. കള്ളക്കളിയാണ് അത് നമ്മൾ ഒട്ടും പ്രൊമോട്ട് ചെയ്യത്തില്ല. നമുക്ക് ഫെയർ ആയിരിക്കണം. ഗെയിം ഫെയർ ആയിരിക്കണം. ഇങ്ങനെ ഡോട്ട് ചെയ്ത് മാറിയാൽ 10 പോയിന്റ്. ഒരു 10 പോയിന്റ് TVയുടെ വണ്ടിക്ക്. സെൻട്രൽ പിറ്റ് 5 പോയിന്റ്. ഏതാ? സൈഡ് പിറ്റായി പോയി. അത് നമുക്ക് 1 പോയിന്റ് കൊടുക്കാം. എവിടെ പോയി? വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു സ്വന്തം പിറ്റിങ് നമ്മൾ പോയിന്റായിട്ട് എടുക്കൂല. വീണ്ടും അവർ തമ്മിലിടിക്കുവാന്നല്ലോ ഇത്. എടാ ഇതിപ്പം അറ്റാക്ക് ചെയ്തത് TV ആണോ എന്നൊരു സംശയത്തിലാണ് ഇപ്പോൾ ഞാൻ. കാരണം DRSൻ്റെ വണ്ടികളെല്ലാം ഇവരുടെ വണ്ടികളെ പിറ്റ് ചെയ്യുന്നതിൽ തന്നെ ഉന്നം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇത്? ടർഫാണെന്നുള്ള കാര്യം അവർ മറന്നുപോയെന്ന് തോന്നുന്നു അല്ലേ? യെസ്, ഇത് ടർഫാണ്. ഇത് എങ്ങനെ ഞാൻ അവരെ അറിയിക്കും? ടർഫിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി പറയാനുള്ള റൈറ്റ്സ് എനിക്കില്ല. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ പറഞ്ഞേനെ. ഒരു അനൗൺസ്മെൻറ്റ് ഇട്ടല്ലോ, ടർഫാണ് എന്ന് പറയാൻ വേണ്ടല്ലേ? വേണ്ട, നമ്മൾ കോമഡി ആകണം. സോറി ഗൈസ്, സീരിയസ് ടർഫാണ്. എല്ലാവരും സീരിയസ് ആയിട്ടിരുന്ന് കാണുക. സീരിയസ് ടർഫാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ നീലകണ്ഠൻ ആൻഡ് ഇറ്റാച്ചി എന്തെങ്കിലും പറയുന്നുണ്ടോ അവര്? എവിടെ ടർഫിന്റെ ഒരു നല്ലൊരു സമയവും. പക്ഷെ കൊള്ളാം, കാരണം പെട്ടെന്ന് ടർഫ് തീരുന്നില്ല. മറ്റേത് 10 മിനിറ്റിലും 5 മിനിറ്റിലൊക്കെ ടർഫ് തീരുമായിരുന്നു. ഇതൊരു ഇപ്പം തന്നെ അവർ നമുക്കൊരു 10 മിനിറ്റോളം പിറ്റ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് പിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ആദ്യത്തെ സോൺ ഷിഫ്റ്റ് മാറിയിട്ടുണ്ട്. നമ്മൾ അനൗൺസ്മെന്റ് ഇടാൻ പാടില്ല, നമ്മൾ വേറെ ഒന്നും ഇടുന്നില്ലല്ലോ. നമ്മുടെ ഇത് വണ്ടി കണ്ടാലേ അറിയാം നമ്മുടെ തെക്കച്ചിപ്പൂവിന്റെ വണ്ടിയായത്. ഓ മൈ ഗോഡ്, TVയുടെ ആ ഒരു പ്ലെയറിനെ അവർ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. തെക്കൻ ശിവു TVയുടെ ഒരു വണ്ടി അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിറ്റ് ചെയ്ത് ലാസ്റ്റ്
തെക്കൻ ഷിബുവിൻ്റെ വണ്ടി നഷ്ടപ്പെട്ടതോടുകൂടി ടി വിയുടെ 2 വണ്ടികൾ, തെക്കൻ ഷിബുവിൻ്റെയും ടി വിയുടെ സ്വന്തം വണ്ടിയും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തെക്കൻ ഷിബു ഏത് വണ്ടിയിലോട്ടാണ് കയറിയത്? വേറെ റിപ്പയർ കിറ്റ് ഉപയോഗിക്കുന്നത് പറഞ്ഞു കൊടുത്തേക്കണേ അവർക്ക്. ഉറക്കം വരുന്നല്ലോ. ഫിറ്റിംഗ് കണ്ടതാണ് ഉറക്കം വരുന്നത്. എൻ്റെ ചാർജ് തീരാറായെന്ന് തോന്നുന്നു. ഫിറ്റിംഗ് കണ്ട് ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ഇച്ചിരി വെള്ളം കുടിച്ചേക്കല്ലേ. ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് നടക്കാൻ പോകുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി തന്നെ. ഇവര് ശരിക്കും ഇതെന്താണ് പ്ലാൻ ചെയ്യുന്നത് ഇവര്? ഓക്കെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എടാ ഇതൊക്കെ എന്റെ ഭാഗം. നിങ്ങൾ സോണിന്റെ കയറി ബാ. ടർഫ് അതെ, രണ്ടാമത്തെ സോണാവാറായി. കാര്യം പറയുന്നോടാ. അല്ല അവര് വരുമെന്ന്. എനിക്കൊന്ന് ജുഗ്രുവിനോട് സ്വകാര്യം പറഞ്ഞത് ബോബിക്ക് ഇഷ്ടമായില്ല എന്ന് തോന്നുന്നു. ബോബിക്ക് ജലസി അടിച്ചിട്ടാണ് ആ ഒരു ഫിറ്റിംഗ് നടന്നു. വണ്ടി ജലസി മോബിനെയാണ് നമ്മളിപ്പോ കണ്ടത്. ജലസി മോബി. ഓക്കെ, ജുഗ്രു സുല്ല് പറഞ്ഞ് തിരിച്ച് ഷോറിൻ്റെ അകത്തോട്ട് കയറി. അവര് വരത്തില്ല, ഞാൻ ഇനി കുറച്ചു നേരം ഷോറിൻ്റെ അകത്ത് നിൽക്കട്ടെ. വേണ്ട, ജസ്റ്റ് ഒന്ന് സമയം എത്ര നോക്കാൻ പോയാന്ന് തോന്നുന്നു കേട്ടോ ജുഗ്രു. സമയം നോക്കാം. DRSന്റെ ചുണക്കുട്ടികൾ വരുന്നു. പക്ഷേ മോബി ആൻഡ് സ്നൈപ്പ് അവരെ ഇടിച്ച് ഷോറി കയറ്റുവാണ്. നിങ്ങൾ കയറിയില്ലെങ്കിൽ ഞങ്ങൾ കയറ്റിക്കാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഞങ്ങളെ കയറ്റിക്കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ റിവേഴ്സിൽ പോയി തിരിച്ച് വീണ്ടും നോക്കുകയാണെങ്കിൽ വീണ്ടും അവിടെ ഫിറ്റിംഗ് തന്നെയാണ് നമ്മൾ കാണുന്നത്. അയ്യോ, നമുക്ക് പറന്ന് ക്ഷീണിച്ച് ചെയ്യാൻ ഇനി കുറച്ചു നേരം തറന്നോണ്ട് കാണാം. ഓക്കെ, ഓക്കെ, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഫിറ്റിംഗ് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരു പുരോഗമനം നമുക്ക് കാണാൻ സാധിക്കുന്നു. വെടിപൊട്ടി, ഇവിടെ വെടിപൊട്ടി. ആരാ വെടിവെച്ചേ? തമ്മി വെടിവെക്കാൻ തോന്നുന്നു കേട്ടോ. ഇവര് തമ്മി വെടിവെക്കുന്നത്. സ്വന്തം ജുഗ്രുവിന്റെ വണ്ടിയിൽ അടിച്ച ഇതാക്കി കേട്ടോ. ഇത് എല്ലായിടത്തും വെടി വരുന്നുണ്ടല്ലോ. അമ്മേ, എടാ ഇത് ഇപ്പൊ എത്ര മിനിറ്റ് ആയടാ ഇത് ടർഫ് തുടങ്ങിയിട്ട്? അവര് സോണൊക്കെ ഇറങ്ങി കേട്ടോ, സോണൊക്കെ പോയി. ഇനിയിപ്പോൾ ഇത്ര ഏരിയയിലോട്ട് മാത്രം സോൺ ചുരുങ്ങി. ഈ ബിൽഡിങ്സ് ഒക്കെ വിട്ടിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് സോണിലോട്ട് കളി മാറിയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാവേജ്, മെസ്ബോയ്, നീൽ അവിടെ ഓപ്പണിലൊക്കെ ഇറങ്ങി നിന്നാണ് കളിക്കുന്നത്, ഓടിക്കളിക്കുന്നത്. ഏബല് നീലൊക്കെ ഓടിക്കളിക്കുകയാണ് ടർഫിൻ്റെ സെൻറ്റർ. DRS ഇപ്പോഴും എനിക്ക് തോന്നുന്നു അവിടെ വണ്ടി പിറ്റിംഗ് കളി അവർ ജയിക്കുമെന്നുള്ളൊരു വാശിയിലാണെന്ന് തോന്നുന്നു. ഈ റോക്കറ്റ് ലീഗിലെ പോയിന്റ്സുകളെല്ലാം അവർ സ്കോർ ചെയ്തുകൊണ്ട് പോകത്തുള്ളൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് DRS. അവർ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇത് ടർഫാന്ന് തിരിച്ചറിയുമെന്ന പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ സ്വന്തം ബ്രാവോ ഗെയിമിംഗ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ലവ് യു ഓൾ ഗൈസ്, ബൈ. പ്രോഫിറ്റ് വണ്ടി ഈസ്റ്റ് ഫൈവിന്റെ അടയാ? ആരാണോ ഇവിടെ വരെ വന്ന് പെട്രോൾ അടിച്ചിട്ട് പോയേ?
ഞാൻ ഉറങ്ങി വീണാലും വിമാനത്തിൽ ടർഫിൽ കയറത്തില്ലല്ലോ. ഇവിടെ ഉണ്ടല്ലേ. ശരിയാ, കുറച്ച് സമയം കൂടെ എടുക്കുമായിരിക്കും. എന്തിനാടാ ക്യാബ്? ഉറക്കം തൂക്കുന്ന കാണിക്കാനോ? ഞാനിപ്പോ ഉറങ്ങി വീഴും. DRSന്റെ കേരട്ടാ, ഒന്ന് സോണി കേരട്ടാ. അതിന് പിന്നെ വെടിവെച്ച് ഓടിക്കല്ലേടാ. ഓക്കേ, ാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഓക്കെ, സോണിൻ്റെ അകത്ത് കയറാൻ വേണ്ടി DRS ശ്രമിക്കുന്നുണ്ട്. ബട്ട് ഓൾറെഡി ഇറ്റ്സ് ടു ലേറ്റ്. ഓൾറെഡി ഒരുപാട് താമസിച്ചു കഴിഞ്ഞു അവരുടെ എൻട്രിക്ക്. കാരണം അവർ രണ്ടാമത്തെ സോണിലാണ് കയറിയിരിക്കുന്നത്. റാഞ്ച് പോലൊരു ടർഫിൽ 2 സോൺ നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് ഭീമമായ ഒരു നഷ്ടമാണ് DRSന്. സോ അവരെവിടാണ് ഇനി എൻട്രി എടുക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ക്യാമ്പ് വെക്കാൻ കൂട്ടാ, ഇവരൊന്ന് എൻട്രി ചെയ്യുന്നുണ്ട്. ഓക്കെ, DRSന്റെ പ്ലേയേഴ്സ് ഇവിടെ എൻട്രി എടുത്തിരിക്കുകയാണ്. മെസ്ബോയ് ഗോക്കു ഇറങ്ങുമ്പോൾ തന്നെ വാസ്കോഡ ഗാമേനെ കൊന്നിരിക്കുകയാണ്. ടോം ഫ്യൂഗിയോ, അതുപോലെ DRSന്റെ ബാക്കി പ്ലേയേഴ്സ് എല്ലാവരും ഈ ഒരു ഏരിയയിലിട്ട് വന്നിറങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് ഫയർ ചെയ്ത മെസ്ബോയ് ഗോക്കിനെയും സാവേജിനെയും അവർക്ക് പിക്ക് ചെയ്യാൻ സാധിക്കും. അതേസമയം നമ്മുടെ അലക്സ് ഡമോർ അതേപോലെ തന്നെ ജുഗ്രു ഇറങ്ങിയിരിക്കുകയാണ്. നീലകടൻ ഈ സൈഡിൽ നിന്ന് പുഷ് ചെയ്ത് കയറുന്നുണ്ടെന്ന് തോന്നുന്നു. തെക്കൻ ഷിബു ആ ഒരു ആംഗിൾ ഹോൾഡ് ചെയ്യുകയാണെന്ന് തോന്നുന്നു. നല്ലൊരു സ്പ്രേ എല്ലാ ആംഗിളിൽ നിന്നും വരുന്നുണ്ട്. അലക്സ് ഡമോറിന് നല്ലൊരു ടാങ്ക് കിട്ടി. അലക്സ് ഡമോർ അവിടെ പിക്ക് ഓഫ് ആയില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ നീലകണ്ഠൻ, മെസ്ബോയ് ഗോക്കു, സാവേജ് എല്ലാവരും ഫയർ ചെയ്തു. ടോമി, DRS പാപ്പി ലോ ആണെന്നുള്ള കാര്യം പാപ്പി ഓർക്കാതെ മെസ്ബോയുടെ മേടിക്കാത്തൊരു വന്ന് കയറി. ബാക്കിൽ നിന്നും ഇതാ സ്നൈപ്പിൻ്റെയും അതേപോലെ തന്നെ മോബിയുടെയും നീലിൻ്റെയും വക സ്പ്രേ. ഡുണ്ടുമോൻ അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. ഇറ്റാച്ചി വന്നിറങ്ങിയിരിക്കുകയാണ്. ഏബൽ അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. വില്ലു അവിടെ പിക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. തെക്കൻ ഷിബു അറിയുന്നില്ല ബാക്കിൽ നിന്ന് വെടി വരുന്നത്. സാവേജ് അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. തെക്കൻ ഷിബുക്കെ സോണൗട്ടിൽ നിന്നൊക്കെ തുരുതുരാ വെടിയാണെന്ന് തോന്നുന്നു നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. ഓക്കെ, കയറും. യെസ്, അവരുടെ ആദ്യത്തെ മാച്ചാണ് നമ്മൾ DRSന്റെ കാണുന്നത്. വെൽ പ്ലേഡ് DRS. അവർ ട്രൈ ചെയ്തു. ഒരു 20 മിനിറ്റേ എടുത്തുള്ളൂ അവർക്ക് ഇത് ടർഫാന്ന് തിരിച്ചറിയാൻ വേണ്ടി. ബട്ട് അവർ വെൽ പ്ലേഡ് ആയിട്ട് നല്ലപോലെ ട്രൈ ചെയ്തു.